ഇന്ന് ജനുവരി 2 ലോകം മുഴുവൻ ഇന്നൊരു പ്രത്യേക ദിനം ആഘോഷിക്കുകയാണ്. വേൾഡ് ഇൻട്രോവേർട്ട് ഡേ 2026. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ ഒരു മൂലയിൽ അധികം ബഹളമൊന്നും ഇല്ലാതിരിക്കുന്ന ചില മനുഷ്യരുണ്ടാവുമല്ലോ. അവരെ നമ്മൾ പലപ്പോഴും മിണ്ടാപ്പൂച്ചകളെന്ന് വിളിക്കാറുണ്ട്. എന്നാൽ അവരാണ് ലോകത്തെ മാറ്റുന്ന പല വലിയ ഐഡിയകളും കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? പുതുവർഷാഘോഷങ്ങളുടെ ആവേശത്തിനിടയിൽ പലപ്പോഴും സൈലന്റ് ആയി പോകുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് വേണ്ടിയാണ് ഈ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രസക്തി? ഇതാണ് ലോകയിലെ അടുത്ത സ്പെഷ്യൽ റിപ്പോർട്ട്. വേൾഡ് ഇൻട്രോവേർട്ട് ഡേ എന്ന നിലയ്ക്ക് എന്തിനാണ് ജനുവരി 2 ഈ ദിവസമായി തെരഞ്ഞെടുത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ന്യൂ ഇയർ സെലിബ്രേഷൻസ് കഴിഞ്ഞ് എല്ലാവരും ടയേർഡ് ആയിരിക്കുന്ന സമയമാണല്ലോ ഇത്. പ്രത്യേകിച്ച് ഇൻട്രോവേർട്സിന് സോഷ്യൽ ഗ്യാതറിങ്ങുകൾ കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സോഷ്യൽ ബാറ്ററി റീചാർജ് ചെയ്യാൻ കുറച്ച് സമയം ആവശ്യമാണ്. ആ റീചാർജിങ്ങിന് വേണ്ടി അവർ എടുത്തു വെക്കുന്ന പ്രത്യേക സമയമാണ് ജനുവരി 2 എന്ന് പറയുന്നത്. സൈക്കോളജിസ്റ്റായ ഫെലിസിറ്റാസ് ഹെയ്നാണ് 2011 ഈ ഒരു ഐഡിയ ആദ്യമായി മുന്നോട്ട് വെച്ചത്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറില്ലേ ഇൻട്രോവേർട്സിന് ആളുകളെ ഇഷ്ടമല്ല എന്നൊക്കെ? പക്ഷെ അത് അങ്ങനെയല്ല. അവർക്ക് സ്മോൾ ടോക്സ് അല്ലെങ്കിൽ വെറുതെയുള്ള സംസാരങ്ങളെക്കാൾ ഇഷ്ടം ഡീപ്പ് ആൻഡ് മീനിങ് ഫുൾ കോൺവെർസേഷൻസ് ആണ്. അതായത് വളരെ അർത്ഥവത്തായതും ഒത്തിരി ആഴത്തിലുള്ളതുമായ കോൺവെർസേഷൻസിനോടാണ് ഈ കൂട്ടർക്ക് താല്പര്യം. അവർ തനിച്ചിരിക്കുന്നത് ഏകാന്തത കൊണ്ടല്ല, മറിച്ച് ആ സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആകാൻ സാധിക്കുന്നത്. അവർ നല്ലൊരു ലിസണർ കൂടിയായിരിക്കും. നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട് എന്ന് ചുരുക്കം. പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരു വേദി നൽകുക. ഒരു ഗ്രൂപ്പിൽ അവർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് അറിവില്ല എന്നല്ല, മറിച്ച് അവർ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുകയാണ് എന്നാണ്. അവർക്ക് വോയിസ് നൽകാൻ നമ്മൾ സഹായിക്കണം. 2026 ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് പല ആഗോള കമ്പനികളും ക്വയറ്റ് സോൺസ് അല്ലെങ്കിൽ സമാധാനമായി ഇരുന്ന് ജോലി ചെയ്യാവുന്ന സൈലന്റ് വർക്ക് സ്പേസുകൾ ഇൻട്രോവേർട്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. GCC രാജ്യങ്ങളിലും ഇത്തരം കഫേകൾക്കും ലൈബ്രറികൾക്കും ഇപ്പോൾ ഡിമാൻഡ് ഏറി വരികയാണ്. അവസാനമായി ഒരു കാര്യം മാത്രം, ലോകം എക്സ്ട്രോവേർട്സിന് വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ആ ലോകത്തിന്റെ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പല ബുദ്ധി കേന്ദ്രങ്ങളും ഇൻട്രോവേർട്സ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ അതിൽ അഭിമാനിക്കൂ. ബീയിങ് ക്വയറ്റ് ഇസ് നോട്ട് എ വീക്ക്നെസ്, ഇറ്റ്സ് എ സൂപ്പർ പവർ. ഹാപ്പി വേൾഡ് ഇൻട്രോവേർട്സ് ഡേ.